ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗംഗ താൻ വലിയൊരു കെണിയിലകപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ രക്ഷിക്കാനായി അവിടേക്ക് ഗൗരിയുടെ ആത്മാവ് എത്തിച്ചേരുന്നതിന് വേണ്ടി ഗംഗ ഗൗരിയുടെ ആത്മാവിനെ വിളിക്കുന്നു. ഗൗരിജി, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗ വിളിക്കുന്നത് ഗൗരിയുടെ ആത്മാവ് കേൾക്കാനിടയാകുന്നു. എത്രയും വേഗം ഗംഗയുടെ അരികിലേക്ക് എത്തിച്ചേരണം. ഗംഗ എന്തോ ആപത്തിലകപ്പെട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ഗൗരി വേഗം തന്റെ ആ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് വരാനായി ഗൗരിയെ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ഗൗരിയെ ആരോ മനഃപൂർവ്വം അവിടെ ബന്ധിച്ചിരിക്കുന്നു എന്ന് ഗൗരി തിരിച്ചറിഞ്ഞു. എന്താണ് തനിക്ക് സംഭവിച്ചതെന്നറിയാതെ ഗൗരി തന്റെ എല്ലാ ശക്തിയും എടുത്ത് ഒരു വിധത്തിൽ ആ തന്റെ ആ സ്ഥലത്ത് നിന്ന്, ആ സ്മാരകത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്താണ് ഗൗരിയുടെ ദേഹത്ത് എന്തോ മന്ത്രങ്ങൾ മന്ത്രങ്ങൾ ഉരുവിട്ടതിന്റെ ആ മന്ത്രശക്തിയാൽ തനിക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല എന്നുള്ള വസ്തുത ഗൗരി തിരിച്ചറിയുന്നു. ഗംഗെ, എനിക്ക് നിന്റെ അരികിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ലല്ലോ, എന്നെ ആരോ ബന്ധനസ്ഥയാക്കുന്നത് പോലെ എന്ന് ഗംഗയോട് ഗൗരി മനസ്സുകൊണ്ട് പറയുന്നു. അപ്പോഴേക്കും ഗൗരിയെ കൃത്യമായി തന്നെ താൻ തളച്ചിടുമെന്നുള്ള വിവരം സാന്ദ്രി ആ സമയത്ത് ശ്രേയയോട് അവിടെ നിന്ന് ഗുരുവമ്മയുടെ ശിഷ്യ അറിയിച്ചു. ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ ഗൗരിയെ തളച്ചിടാമെന്നും, പക്ഷെ ഗൗരിയെ തളയ്ക്കാൻ എന്റെ മന്ത്രശക്തികൾക്ക് അല്പനേരത്തേക്ക് മാത്രമേ ഗൗരിയെ അവിടെ തളച്ചു നിർത്താനാവൂ എന്നുകൂടി അറിയിച്ചു. ഈ സമയത്ത് ആ ഓട്ടോ നിർത്തിയതോടെ ഗംഗ ആകെ ടെൻഷനിലായി. താൻ ഇനി എന്ത് ചെയ്യുന്നോർത്ത് ഗംഗ ആകെ സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോ ആ ഓട്ടോ ഡ്രൈവർ വേഗം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. നീ എങ്ങോട്ടാടി പോകുന്നത് എന്ന് ചോദിച്ച് ഗംഗയുടെ നേരെ ദേഷ്യപ്പെട്ടു. ആ സമയത്ത് പിന്നാലെ എത്തിയ രാഹുൽ അതിലുണ്ടായിരുന്ന മറ്റു ഗുണ്ടകളെ കൂടി കാറിൽ നിന്ന് ഇറക്കി. അവരോട് രാഹുൽ പറഞ്ഞു, ഞാൻ എന്തായാലും തൽക്കാലം അവിടേക്ക് വരുന്നില്ല, നിങ്ങൾ അവളെ രാത്രിയാകുമ്പോഴേക്കും കൊന്ന് മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോയി കളഞ്ഞേക്കണം എന്ന് അറിയിച്ചു. അങ്ങനെ തന്നെ ചെയ്യാമെന്ന് അവർ പറയുന്നു. ഈ സമയത്ത് ഗംഗ പറഞ്ഞു, എന്നെ ഒന്ന് വെറുതെ വിടൂ, ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചതും ആ ഗുണ്ട പറഞ്ഞു, മിണ്ടി പോകരുത് നീയ എന്ന് പറഞ്ഞ് ആ ഗുണ്ട ഗംഗയെ ഭയപ്പെടുത്തുന്നു. ആ സമയത്ത് ഗംഗയാകെ ടെൻഷനിലായി. ദൈവമേ, ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും എന്ന് ആലോചിച്ച് ഗംഗയാകെ നിരാശയോടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ആ മറ്റു ഗുണ്ടകൾ കൂടി വരുന്നതെന്ന് മനസ്സിലായത്. ഗംഗ ആകെ ആപത്തിൽ അകപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ഗുണ്ടകളുടെ ചുറ്റും കൂടി അങ്ങനെ ഗംഗ നിൽക്കുമ്പോ അതുവഴി ഒരു കാറ് വരുന്നത് അവർ കണ്ടു. പെട്ടെന്ന് തന്നെ ഗംഗ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഹെൽപ്പ്, എന്നെ രക്ഷിക്കണേ, ഹെൽപ്പ് മീ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ആ ഫ്രീക്കിയും എടുത്തുകൊണ്ട് ഗംഗ മുന്നോട്ട് ഓടുന്നു. പക്ഷെ അതുവഴി വന്ന ആ കാറുകാർ മറ്റൊരു വഴിയെ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത് കണ്ട് അവിടെ ഒളിച്ചിരുന്ന ആ ഗുണ്ടകൾ വേഗം തന്നെ ഓട്ടോയുടെ പിന്നിൽ നിന്ന് പുറത്തേക്ക് ഓടി വരുന്നു. ഗംഗയെ പിടികൂടാനായി അവർ പിന്നാലെ ഓടി. ഈ സമയത്ത് ഗംഗ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പോഴും ഗൗരിക്ക് ഗംഗയെ രക്ഷിക്കാനാകാത്തതിന്റെ നിരാശയിൽ ഇങ്ങനെ താൻ ഗംഗയ്ക്ക് അരികിലേക്ക് എത്തും എന്ന ആശങ്കയോടെ ഗൗരിയും ആകെ ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കുമ്പോ ഗംഗ ആ ഗുണ്ടകളുടെ കണ്ണുവെട്ടിച്ച് എവിടേക്കെങ്കിലും ഓടി രക്ഷപ്പെടാമെന്നുള്ള ചിന്തയിൽ ഫ്രീക്കിയും കയ്യിലെടുത്തുകൊണ്ട് അവിടെ നിന്ന് ഓടുന്നു. അവസാനം അവിടെ കണ്ട വലിയൊരു കെട്ടിടത്തിലേക്ക് ഗംഗ ഓടിച്ചെന്ന് കയറി. അപ്പോഴാണ് സാന്ദ്രയോട് ഞാൻ ഗൗരിയെ തളച്ചിരിക്കുകയാണെന്നും ഇനി അല്പനേരത്തേക്ക് കൂടി എനിക്ക് ഗംഗയ്ക്ക് അരികിലേക്ക് ഗൗരി എത്തിച്ചേരാത്ത വിധത്തിൽ എനിക്ക് തളച്ചു നിർത്താൻ കഴിയുമെന്നും, അങ്ങനെ കുറെ നേരത്തേക്കും എനിക്ക് സാധിച്ചെന്ന് വരില്ല, അല്പസമയത്തേക്ക് മാത്രം, ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമേ എനിക്ക് ഗൗരിയുടെ ആത്മാവിനെ പിടിച്ചു നിർത്താനാകൂ. ഗൗരിയുടെ ആത്മാവ് എന്റെ മുന്നിലാണെങ്കിൽ എനിക്ക് കുറച്ചു നേരം കൂടി അവളെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞേക്കും എന്ന് ആ ശിഷ്യ അറിയിച്ചു. ഇതെല്ലാം കേട്ടതും ശ്രേയ പറഞ്ഞു, എന്നാൽ പിന്നെ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യ്. അങ്ങനെ പറഞ്ഞതും അവർ അതിനു വേണ്ടിയുള്ള മന്ത്രങ്ങൾ ജപിക്കാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും ഗംഗ ഓടിച്ചെന്ന് അവിടെ കണ്ട മറ്റൊരു കെട്ടിടത്തിലേക്ക് ഗംഗ ഓടുന്നത് ആ ഗുണ്ടകൾ കാണാനിടെ ആ കെട്ടിടത്തിലേക്ക് അവൾ ഓടി പോവുകയാണ് എന്ന് അതിലൊരു ഗുണ്ട വിളിച്ചു പറയുമ്പോൾ ആ ശിഷ്യ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഗൗരിയുടെ ആത്മാവിനെ തളയ്ക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രേയ ആലോചിച്ചു, ദൈവമേ, ഇത് എത്രാമത്തെ തവണയാണ് ഇവർ ഇതുപോലെയുള്ള ഓരോ പ്രയോഗങ്ങൾ നടത്തുന്നത്. ഇതുവരെയായിട്ടും ആ ഗൗരിയെ ശരിക്കും തളയ്ക്കാൻ കൂടി ഇവർക്ക് സാധിച്ചില്ലല്ലോ. ഇനിയും ഇവര് ഇങ്ങനെ ഓരോ മന്ത്രതന്ത്രങ്ങൾ പറഞ്ഞ് ഇനിയും സമയം മുന്നോട്ട് കളയുകയല്ലാതെ വേറെ യാതൊരു ഫലവുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എന്താ എന്റെ ദൈവമേ ചെയ്യുക? അല്ലെങ്കിലും ഇവര് പലപ്പോഴും പല രീതിയിലായി കാണിച്ചതാണല്ലോ. ആ ഗൗരിയുടെ ആത്മാവിനെ പിടിച്ചുവെന്നും തളച്ചുവെന്നൊക്കെ പറഞ്ഞു. എന്നിട്ടും അവൾ അവിടെ നിന്ന് സ്വതന്ത്രയായി പോവുകയല്ലേ. അല്ലെങ്കിലും ഉപ്പോളം വരില്ലല്ലോ ഉപ്പിലിട്ടത്. ആ ഗുരുവമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഗൗരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയേനെ. എന്തായാലും സാരമില്ല, വിശ്വാസം കൈവിടണ്ട, അതാണല്ലോ എല്ലാത്തിനെയും അടിസ്ഥാന ഘടകം. അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സർപ്പിച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാത്തിനും ഒപ്പം നിൽക്കാം. ഇവർ ഓരോ തവണയും ഓരോ വടിയും
ആണിയും ഒക്കെ കൈ തന്ന് ഗൗരിയെ പിടിച്ചു, ഗൗരിയെ തളച്ചു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതൊക്കെ സത്യമായിരുന്നോ എന്ന് പോലും അറിയില്ല. എന്തായാലും വിശ്വാസം ഞാൻ ഇല്ലാതാക്കുന്നില്ല എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ട് ശ്രേയ അങ്ങനെ നിൽക്കുമ്പോ ഗംഗ അവിടെ കണ്ട ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് കയറി. ശ്രേയയ്ക്ക് അവിടെ വിട്ടതിന് ശേഷം ഗംഗ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നതിനെ കുറിച്ച് ആലോചിച്ച് നിൽക്കുമ്പോൾ ആ ഗുണ്ടകൾ കൃത്യമായി അവിടേക്ക് ഓടിയെത്തണം. അങ്ങനെ ഒരു കോൾഡ് സ്റ്റോറേജിന് മുന്നിലേക്ക് ഗംഗ വന്ന് കയറിയെന്ന് അവർ മനസ്സിലാക്കി. ആ കോൾഡ് സ്റ്റോറേജിൽ ഉള്ളിൽ കയറി കൂടിയ ഗംഗ അവർ അകത്തേക്ക് കയറി വരാതിരിക്കാനായി ആ വാതില് അടച്ചു വെച്ചു. അപ്പോഴാണ് കോൾഡ് സ്റ്റോറേജിനുള്ളിലാത്താണ് കടന്നത് എന്ന് അറിയാതെ ഗംഗ ആകെ ആപത്തിൽ അങ്ങനെ നിൽക്കുമ്പോ ആ ഗുണ്ടകൾ പിന്നാലെ എത്തി ആ ഡോർ അടച്ചിട്ട് അതിന്റെ താക്കോല് കൈക്കലാക്കി. ഉടനെ കൂടെ നിന്ന ആളുകൾ ചോദിച്ചു, അല്ല എന്തിനാണ് ഇവളിവിടെ പൂട്ടിയിടുന്നത്? അപ്പോഴേക്കും ആ ഗുണ്ട പറഞ്ഞു, അതെ ഇവള് ഇതിനകത്ത് കിടന്ന മരവിച്ച് മരിച്ചോളും, അതല്ലേ നമുക്ക് മറ്റെന്തിനേക്കാളും എളുപ്പം. ഇനി എന്തായാലും സാറിനെ വിളിച്ച് വിവരം പറയാം എന്ന് പറഞ്ഞ് ഉടനെ ഫോൺ എടുത്ത് രാഹുലിന്റെ ഫോണിലേക്ക് ആ ഗുണ്ട വിളിച്ചു. സാറേ, അവൾ ഇവിടെ ഒരു കോൾഡ് സ്റ്റോറേജിനുള്ളിൽ കയറിയിട്ടുണ്ട്, ഞങ്ങൾ അവിടെ ലോക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞതും രാഹുൽ പറഞ്ഞു, ഗുഡ്, കൊള്ളാം, ഞാൻ ഇപ്പൊ തന്നെ അവിടേക്ക് എത്താം എന്ന് പറഞ്ഞ് രാഹുൽ ഫോൺ വെച്ചു. ഈ സമയത്ത് ഗംഗയുടെ അരികിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമം ഗൗരി നടത്തുന്നു എന്ന് മനസ്സിലാക്കിയ ആ ഗുരുവമ്മയുടെ ശിഷ്യ പറഞ്ഞു, എനിക്ക് അധിക നേരം മന്ത്രത്താൽ അവളെ അവിടെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ. എന്തായാലും ഇനി അഥവാ അവൾ ആ സമയത്തിന് ശേഷം അവൾ എങ്ങനെയെങ്കിലും എന്റെ മന്ത്രങ്ങളെ അതിജീവിച്ച് പുറത്തു കടന്നാലും അവൾക്ക് ഉടനെ ഒന്നും തന്നെ ആരെയും രക്ഷിക്കാനാവില്ല. അവൾക്ക് കൂടുതൽ ശക്തി ആർജിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നായിരുന്നല്ലേ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ആ ശക്തികളൊന്നും അവൾക്ക് പെട്ടെന്ന് മറ്റുള്ളവരുടെ മേൽ പ്രയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് ഈ മന്ത്രത്തിന്റെ ആഘാതത്തിലാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് അറിയിച്ചു. അപ്പോഴാണ് ഗംഗയെ അകപ്പെടുത്തിയ ആ സ്ഥലത്തേക്ക് രാഹുൽ എത്തിച്ചേർന്നത്. രാഹുൽ അവിടെ വന്ന് ആ കോൾഡ് സ്റ്റോറേജിനുള്ളിൽ ഗംഗയെ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടതോടെ രാഹുൽ വളരെ സന്തോഷിച്ചു. അപ്പോഴേക്കും നിലത്ത് കിടക്കുന്ന ഗംഗയുടെ ആ പേഴ്സ് അവർ കണ്ടു. ഉടനെ തന്നെ ആ പേഴ്സ് രാഹുൽ കൈക്കലാക്കി. അത് കയ്യിലെടുത്ത് ആ പേഴ്സിനകത്തുള്ള ആ മൊബൈൽ ഫോൺ നോക്കി. അത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം അത് അതേ രീതിയിൽ തന്നെ ആ പേഴ്സിന് ഉള്ളിലേക്ക് ആ മൊബൈൽ ഫോൺ വെക്കുന്നു. അങ്ങനെ ഇനി എന്തായാലും ആരും ഗംഗയെ കോണ്ടാക്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് അതിനുള്ളിൽ തന്നെ വെച്ചിട്ട് വളരെ സന്തോഷപൂർവം ആ പേഴ്സിനകത്ത് ഇരുന്ന ആ മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു. അങ്ങനെ വെച്ച് അത് അവിടെ ഇരിക്കുമ്പോഴേക്കും എന്തായാലും ഇനി ഗംഗയുടെ കാര്യം ഇതോടെ അവസാനിച്ചോളും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ രാഹുൽ അങ്ങനെ നിന്നു. ഈ സമയത്ത് രാഹുല് ഗംഗയെ അവിടെ ആക്കിയതിനു ശേഷം സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത്രയും നേരമായിട്ടും വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ നാത്തോനെ എന്ന് ഹൈമവതി ദേവയാനിയോട് അന്വേഷിച്ചു. ദേവയാനി പറഞ്ഞു, കുറച്ചു നേരം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുമ്പോ രാഹുലിന്റെ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്യുന്നു. ശ്രേയ വിളിച്ച് വിവരം അറിയിച്ചേക്കാമെന്ന് വിചാരിച്ച് രാഹുൽ വിളിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശ്രേയ വേഗം രാഹുലിനോട് ചോദിച്ചു, എന്തായി രാഹുലെ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ? അതെ, നമ്മുടെ പ്ലാൻ സക്സസ് ആണ്. ആ ഗംഗ ഇവിടെ ഒരു കോൾഡ് സ്റ്റോറേജിനുള്ളിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവളെ കൊന്നില്ലേ എന്ന് ചോദിച്ചതും, അവളെ എന്തിനെ കൊല്ലണം? അവിടെ അധിക നേരമൊന്നും അവൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. അവൾ തണുത്ത് വിറങ്ങലിച്ച് അവിടെ കിടന്ന് തീർന്നോളും എന്ന് അറിയിച്ചു. ഉടനെ ശ്രേയ രാഹുലിനോട് പറഞ്ഞു, എടാ അങ്ങനെയാണെങ്കിൽ രാഹുൽ, നീ ഒരു കാര്യം കൂടി ചെയ്യണം. ആ ഡോറിന്റെ ആ ലോക്കിൽ നീ ആ അമ്മ തന്ന ആന്റി തന്നു വിട്ടില്ലേ ഒരു ചരട്, ജപിച്ച ചരട്, അത് നീ ആ ഡോറിലെ അവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കണം. അത് മറ്റൊന്നും കൊണ്ടല്ല, അവിടെ അങ്ങനെ ലോക്ക് ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ ഗൗരിയുടെ ആത്മാവ് അവിടേക്ക് എത്തിയാൽ തന്നെ അവളെ രക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ യാതൊരു ശക്തികളും അവളെ രക്ഷിക്കാൻ ശ്രമിക്കരുത്, അതിനുവേണ്ടിയാണ് എന്നറിയിച്ചു. ശരി ശ്രേയ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഗൗരിയുടെ ആത്മാവിന് അവിടെ പ്രവേശനം അനുവദിക്കാതിരിക്കാനായി ആ ഡോറിൽ അവിടെ ആ ചരട് കൂടി രാഹുൽ കെട്ടിവെച്ചു. ഇനിയിപ്പോ നമ്മുടെ പ്ലാൻ ഒരു രീതിയിലും ഫ്ലോപ്പ് ആവുകയില്ല. അവിടെ കിടന്ന് ഗംഗ മരിച്ചോളും എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും സന്തോഷം. ഗംഗ അതിനുള്ളിൽ കിടന്ന് വല്ലാതെ നിലവിളിച്ചു. ആരെങ്കിലും ഒന്നൊരു അതിൽ തുറക്കൂ എന്ന് പറഞ്ഞ് ഗംഗ അവിടെ കിടന്ന് ബഹളം വെച്ചു. അപ്പോഴാണ് മാളൂട്ടി സ്കൂള് വിട്ട് നേരെ കൈലാസത്തിലേക്ക് എത്തിയത്. ഗംഗയെ എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരുമ്പോ ആ മോള് ഇത്ര വേഗം എത്തിയോ എന്ന് ചോദിച്ച് അതിശയത്തോടെ ദേവയാനി ഹൈമോദിയും നോക്കി. അപ്പോഴേക്കും മാളൂട്ടി പറഞ്ഞു, ആ എനിക്ക് ഇത്ര നേരെ ഉണ്ടായിരുന്നുള്ളൂ, ടീച്ചറാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടത് എന്ന് പറഞ്ഞ് മാളൂട്ടി വേഗം ഗംഗയെ എന്ന് വിളിച്ചു. ഗംഗയെ വിളിച്ചിട്ടൊന്നും ഗംഗ വരാത്തത് കണ്ട് മാളൂട്ടി സംശയത്തോടെ ചോദിച്ചു, അല്ല ഈ ഗംഗ എന്തിയെ, ഞാൻ എത്ര നേരമായി വിളിക്കുന്നു? അപ്പോഴേക്കും ദേവയാനിയും ഹൈമോദിയും പരസ്പരം നോക്കി പുഞ്ചിരിക്കുന്നു. ഈ സമയത്ത് പ്രീക്ക് ആ റൂമിലൂടെ നടക്കുകയും ഗംഗ ആകെ ടെൻഷനോടെ എങ്ങനെ അതിൽ നിന്ന് വെളിയിൽ വരുമെന്നറിയാതെ ആകെ വിഷമത്തോടെ നിലവിളിച്ചുകൊണ്ടിരുന്നു. ആരെങ്കിലും ഒന്ന് വാതിൽ തുറക്കോ എന്ന് ചോദിച്ച് ഗംഗ ബഹളം വെച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് ഗംഗ അവിടെ ബഹളം വെക്കുമ്പോ
പുറത്ത് ലോക്ക് ചെയ്തിരിക്കുന്ന അവസ്ഥയിൽ ഗംഗ അതിൽ അകപ്പെട്ടിരിക്കുമ്പോ ഗൗരിക്ക് പുറത്തു കടക്കാനാകാതെ ഗൗരിയും ആകെ നിരാശയിലാകി.